ഇനി ഞാൻ പറയട്ടെ, ഞാനൊരാൾ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നത് കൊണ്ടല്ല ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്. അയാൾക്കൊരു വീക്ഷണമുണ്ട്, അയാൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ. ശരി, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം കോൺഗ്രസിനേക്കാളും മോശമായ ഒരു പാർട്ടിയായിട്ട് CPI മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് വസ്തുതയല്ല, പറയാൻ പറ്റാതെ മാത്രമല്ല, അതൊരു വസ്തുതയല്ല, തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. കൃത്യതയോടുകൂടി ശരിയായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ആ പാർട്ടിക്കകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നു, PB വേറെ തീരുമാനിക്കുന്നു. ആദ്യം പറഞ്ഞ ആ ഭാഗം മുഴുവൻ ശുദ്ധ അസംബന്ധമാണ്. പാർട്ടി തീരുമാനം എന്ന് പറയുന്നത്, പാർട്ടി തീരുമാനത്തിൻ്റെ അവസാന വാക്ക് പറയാനുള്ള അവകാശം സെൻട്രൽ കമ്മിറ്റിക്കാണ്. സെൻട്രൽ കമ്മിറ്റി പറയുന്ന ഒരു കാര്യം ഒരിക്കലും കേരളത്തിലെ പാർട്ടി ലംഘിച്ചിട്ടില്ല, ഇനി ലംഘിക്കുകയില്ല. അങ്ങനെ ലംഘിച്ചാൽ അത് പാർട്ടിയാവില്ല. അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിൻ്റെ അകത്ത് എന്തോ അവ്യക്തത ഉണ്ടാകുന്നുണ്ട് എന്ന ആദ്യത്തെ ധാരണ പരിപൂർണമായിട്ട് തെറ്റായിട്ടുള്ള ഒന്നാണ്. 2, CPIM എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഇതെല്ലാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് 4 ജാഥ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള PB മെമ്പർമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 ജാഥ നടത്തുന്നത് മാത്രമല്ല, അതിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭൂമിയുടെ പ്രശ്നമുണ്ട്, വീടിൻ്റെ പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ പ്രശ്നമുണ്ട്, അതുപോലെ ദളിതർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉലകം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. വരുന്ന മാർച്ച് 19-ാം തീയതി ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സമരം നടക്കാൻ പോവുകയാണ്. കോടിക്കണക്കിന് ആളുകൾ അണ്ണാ ഹസേരയുടെ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളും വിശ്വസിക്കുന്ന കാര്യമല്ല. എവിടെയാണ് ഇപ്പോൾ അണ്ണാ ഹസേരയുടെ പ്രസ്ഥാനം ഉള്ളത്? അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ജനകീയ മുന്നേറ്റം എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യത്തോടുകൂടി അതിനെ നയിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി മാത്രമേ അതിനെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ വന്നാൽ അണ്ണാ ഹസേരയുടെ സമരം പോലെ എവിടെയും എത്താതെ നിൽക്കുന്ന നിലയുണ്ടാകുക. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തി വർഗസമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ടല്ലാതെ ഈ ഗവൺമെൻറ്റിനെ മാറ്റുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ വർഗപരമായ നിലപാടിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിയായ CPIM-ഉം ഇതിനെല്ലാം പരിപൂർണമായിട്ട് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസും 2 ഒരേപോലെയാണെന്നും അതിനേക്കാളും മെച്ചം കോൺഗ്രസ്സാണ് എന്ന നിലപാട് നിങ്ങളെടുത്തുള്ളതിനോട് യോജിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുമല്ല, നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റ് അനുഭവവുമില്ല, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ ഏറ്റവും വലിയ മോശപ്പെട്ട അവസ്ഥ. കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് സ്വയം അവരോധിക്കുകയും ചെയ്യുക, എന്നിട്ട് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിൽ ഇറങ്ങിച്ചെല്ലാതെ പാവപ്പെട്ട ജനങ്ങൾ എത്രത്തോളം ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് വിലക്കയറ്റത്തിന്റെ പ്രശ്നത്തിൽ നേരിടുമ്പോൾ UPA സർക്കാരിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, മൻമോഹൻ സിംഗിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും ദിവസവും വർദ്ധിപ്പിക്കുകയും അമേരിക്കയുടെ ആണവ കരാറിന്റെ പേരിൽ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്ന കോൺഗ്രസുമായിട്ട് ഒരുപാട് പ്രശ്നം. ഇപ്പൊ പ്രണബ് മുഖർജിനെ പോലുള്ള ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുക, മറ്റേ ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കലാമിനെതിരെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക, ഇതൊക്കെ ഒരു അധികാര രാഷ്ട്രീയത്തിനോട് CPM-നെ വളരെയധികം അടുപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് മുദ്ര കുത്താൻ വളരെ എളുപ്പമാണ്. ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റമാണ് എന്ന് പറയുന്നത്. CPM മാത്രമല്ല കമ്മ്യൂണിസം, CPI മാത്രമല്ല കമ്മ്യൂണിസം. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആള് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും. അമേരിക്കയിലും ചിക്കാഗോയിലും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെന്നിരിക്കാം. അതുകൊണ്ട് അങ്ങനെ മുദ്ര കുത്തിയിട്ട് ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത് മാത്രമല്ല, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്പേസ് ഉള്ള കമ്മ്യൂണിസത്തിന് ഇനിയും സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അത്തരം ജനങ്ങളിലേക്ക് പ്രവർത്തിക്കാതെ വെറുതെ 2-3 സംസ്ഥാനങ്ങളില് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള വഴി ഇപ്പോഴും കാണിക്കുന്നില്ല എന്നുള്ള, അതിനനുസരിച്ച് ബുദ്ധിപരമായിട്ടുള്ള നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വിഷയം. നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നല്ലോ, കൃത്യമായിട്ട് പുറത്തു വന്നല്ലോ. നിങ്ങളിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇന്ത്യയിലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് പലയാൾക്കും നിൽക്കാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ
നിങ്ങൾ CPM-നെതിരായിട്ട് ഉയർത്തിയിട്ടുള്ള എല്ലാ വിമർശനങ്ങളും ക്രിയാത്മകമായ വിമർശനങ്ങളല്ല. ഒരു ക്രിയാത്മകമായ വിമർശനം ആർക്കും മനസ്സിലാക്കാനാവും, അതിനെ പരിഗണിക്കാനാവും. അതിനെ ഞങ്ങൾ വല്ല കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾ വല്ല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് CPIM. പക്ഷേ കോൺഗ്രസിനേക്കാളും മോശമായൊരു പാർട്ടിയായിട്ട് CPIM മാറിയിരിക്കുന്നുവെന്നും അധികാര രാഷ്ട്രീയമാണ്. കോൺഗ്രസ്സാണ് ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക നയം കൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനെതിരായിട്ടൊരു അക്ഷരം പറയാതെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ശക്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന CPM-നെ കുറ്റപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായ അല്ലെങ്കിൽ ഭരണവർഗ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവേണ്ടതില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ എടുക്കേണ്ടുന്ന നിലപാടിനെ പറ്റി പൊതുവായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവേണ്ടിയില്ല. കാരണം നിങ്ങൾ അവസാനം പറഞ്ഞത് മുഴുവൻ കോൺഗ്രസിനോ ഭരണവർഗത്തിനോ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിന്റെ കാര്യമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മുതലാളിമാരോട്ടുള്ള ചായ്വ് തന്നെയാണ് ഇന്നും മുതലാളിമാരോട്ടുള്ള ഇത് തന്നെയാണ്. അവർ ഫോളോ ചെയ്തതും മുതലാളിത്ത സംസ്കാരം, മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസിലുള്ള സാമ്പത്തിക ശാസ്ത്രമാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ രാജ്യത്ത് അവർ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. ഈ മൂല്യങ്ങൾ മൂലധനത്തിന് ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം സാമ്പത്തിക പരിഷ്കരണങ്ങൾ ലോകം മുഴുവൻ വിലവർധനയും ജനങ്ങളുടെ ജീവിതം അരോചകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കാനാകുന്ന ഏക പ്രസ്ഥാനം എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വന്നിരിക്കുന്ന മുതലാളിത്ത താല്പര്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്ന കൊട്ടേഷൻ, മുതലാളിത്ത താല്പര്യങ്ങൾ ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആ രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട അടിസ്ഥാന വർഗം എന്നൊക്കെ പ്രസ്ഥാനങ്ങളും മറ്റേ നിങ്ങള് ചർച്ചകളും അല്പം കൂടി ചുരുക്കി പറയുമോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പം പറഞ്ഞു കേൾക്കുമോ? അല്പം കൂടി ചുരുക്കി പറയുമോ? ജനങ്ങളിൽ പ്രവർത്തിക്കാൻ ഇന്നും പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ CPM ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങളിപ്പോഴും ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുള്ളൊരു കാര്യമുണ്ട്. CPIM മുതലാളിത്ത പാതയാണ് പിന്തുടരുന്നതെന്നാണ്. എന്താ ഒറ്റ ഉദാഹരണം പറയാം, എന്നിട്ട് ഞാൻ ബാക്കി മറുപടി പറയാം. ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ സ്വാശ്രയ കോളേജ് കൂത്തുപറമ്പിലെ സ്വാശ്രയ കോളേജിനെതിരെ എത്ര സഹാക്കൾ വെടിയേറ്റ് മരിച്ചു. അതേ പ്രസ്ഥാനത്തിനെ തന്നെ, അതേ പാർട്ടി തന്നെ വീണ്ടും ഈ സ്വാശ്രയ കോളേജിനെ വളരെയധികം മുന്നോട്ട് നയിക്കുകയും അതേ പ്രസ്ഥാനം തന്നെ സ്വാശ്രയ കോളേജ് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രസ്ഥാനം സ്വാശ്രയ കോളേജിനെതിരെ ഇത്രത്തോളം സമരം ചെയ്ത് ഇത്രയും ജനങ്ങളെ രക്തസാക്ഷികളാക്കിയിട്ട് പിന്നെ സ്വാശ്രയം എന്നുള്ള ഇത് രാജ്യത്തിന് അനിവാര്യമാണ്, ലോകത്തിന് അനിവാര്യമാണ്. ലോകത്തിന്റെ അനിവാര്യം എന്നുള്ളത് മുതലാളിത്തത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ്. വിദ്യാഭ്യാസം പണമുള്ളവനെ പഠിപ്പിക്കുക എന്നുള്ളത് അത് ലോകത്തിന്റെ ഇതാണ്, അത് മുതലാളിത്ത സംസ്കാരമാണ്. അത് എന്തുകൊണ്ട് CPM അതിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്നു? CPIM-ന്റെ നിലപാട് സ്വാശ്രയ കോളേജുകൾ ഉണ്ടാക്കണം എന്നല്ല. സ്വാശ്രയ കോളേജുകൾക്കെതിരായ നിലപാട് തന്നെയാണ് CPM ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് CPIM മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ളതും. എന്നാൽ സ്വാശ്രയ കോളേജിൻ്റെ പേരിൽ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതി മത ശക്തികളാകെ തന്നെ ഇടപെട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാതെ സ്വാശ്രയ വിദ്യാഭ്യാസ സംവിധാനത്തെ അംഗീകരിച്ച ഒരു പാർട്ടിയല്ല CPM. ഓക്കെ, എന്തായാലും വളരെ നന്ദി സാരി അബൂബക്കർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ വൈഡായിട്ട് പറഞ്ഞു പോയിരുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞത് ജാതി മത ശക്തികൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ UDF ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത്തരം മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് UDF ഗവൺമെൻറ് പോകുമ്പോഴും പ്രതിപക്ഷം എന്ന നിലയിൽ ശക്തമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എതിർക്കാൻ CPM-ന് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നില്ലേ? ഇനി അതിനുമപ്പുറം ഇതിനെ ഒരു മാറ്റം വരുത്താൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്ത വന്നിട്ടുണ്ട്. അല്ല, ജാതി മത സംഘടനകൾക്ക്, വർഗീയ സംഘടനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ തുടങ്ങിയത്. അത് കേവലമായ അതിന് വഴങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ്. കേരളത്തിലെ UDF-ന്റെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിൻ്റെ ഗവൺമെൻറ് കേവലമായിട്ട് മതജാതി വർഗീയ ശക്തികൾക്ക് കീഴടങ്ങുക മാത്രമല്ല, അവർ സ്പോൺസർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്, പടച്ചവും സഹായിച്ചിട്ട് ഇപ്പോൾ വേറെ കുഴപ്പമില്ല എന്നാണ്. ഇത് പരസ്യമായിട്ട് പച്ചയായിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കേട്ടതാണ്.
ഓരോ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. അപ്പോൾ ജാതി അടിസ്ഥാനപ്പെടുത്തി SNDPയുടെ പേര് പറഞ്ഞിട്ട്, NSSൻ്റെ പേര് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വിവിധ ജാതികളുടെ പേര് പറഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവ സംഭവമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ ആദ്യം മുതൽ തുറന്നു കാണിച്ച, ആ നിലപാട് സ്വീകരിച്ച ഒരു പ്രതിപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ആദ്യം മുതൽ, അത് ഗവൺമെൻറ് വളരെ ചുരുക്കം ഭൂരിപക്ഷം മാത്രമല്ലേ ഗവൺമെൻറ്റിനുള്ളൂ, MLA-മാരുടെ എണ്ണം വളരെ ചുരുക്കമാണല്ലോ അവർക്കുള്ളത്. അന്നു മുതലേ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ് ജാതി മത ശക്തികൾക്ക് ഇപ്പം ഇത്ര ചെറിയ ഒരു മാർജിനിലാണ് ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത എത്ര ഉണ്ട്? കുറേ കാലമായി ഈ ഒരു ചർച്ച നടന്നു പോകുന്നു. എത്ര കണ്ട് സാധ്യതയുണ്ട്? അല്ല, ഗവൺമെൻറ് മാറ്റം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആളെ കാലുമാറ്റി ചാക്കിട്ട് പിടിച്ച് വേറൊരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളത് CPIMൻ്റെ പരിപാടിയല്ല. ഒരു വ്യക്തിയെ ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യം CPM-നില്ല എന്ന് പറയുന്നു. പാർട്ടിക്ക് മാറി വരാമല്ലോ. നയം മാറി വരുന്ന വ്യക്തിക്കും പാർട്ടിക്കൊക്കെ വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ട്. അതിനുള്ള സാധ്യത എത്ര ഉണ്ട് നിലവിൽ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ട്, UDF-ന് വേറൊരു നയമുണ്ട്. UDF-ൻ്റെ നയം പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്, LDF-ൻ്റെ നയം പറഞ്ഞുകൊണ്ടാണ് മത്സരിച്ചത്. ഈ വ്യത്യസ്ത നയങ്ങളിൽ മത്സരിച്ചിട്ടുള്ള പാർട്ടികളും അതിൻ്റെ ഭാഗമായ കൂട്ടുകെട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഒരാൾ കുളിച്ച് റെഡിയായി ഞാൻ UDF-ൽ നിന്ന് മാറി LDF-ലേക്ക് വരാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ മന്ത്രിയാക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ എന്നെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ CPIM-ൻ്റെ അകത്ത് അങ്ങനെ ഒരാളെയും മുഖ്യമന്ത്രിയോ മന്ത്രിയോ ആക്കാൻ സാധിക്കുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥിതി. നിലപാടാണ്, നയമാണ് പ്രശ്നം. ആ നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറി വരുന്ന ഏത് പാർട്ടിയെയും, അത് X or Y, ഏതെങ്കിലും പാർട്ടി വരാൻ തയ്യാറായി നിൽപ്പുണ്ടോ? ഇപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം അങ്ങനെ നയപരമായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് ഒരു രഹസ്യമല്ലല്ലോ, പരസ്യമായിട്ട് വരേണ്ടതല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം, ഇപ്പോൾ KSRTC തകർക്കുന്ന സാമ്പത്തിക നയം വന്നു. ഡീസലിൻ്റെ മേലെ ഇനി എല്ലാ കൊല്ലവും എല്ലാ മാസവും വില വർദ്ധിപ്പിക്കാം എന്നിവിടെ പറഞ്ഞു. അത് കേരള സർക്കാരിൻ്റെ നയമല്ലല്ലോ. അല്ല, കേന്ദ്ര ഗവൺമെൻറ് നയമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് നയത്തെ എതിർക്കണ്ടേ? ആ എതിർക്കുക എന്നുള്ളതാണോ LDF-ൻ്റെ നിലപാട്? ആ നിലപാട് സ്വീകരിക്കാൻ ഇവിടെ ഞങ്ങളൊപ്പം വരുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും പാർട്ടി ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഒട്ടുമിക്ക പാർട്ടികളും എതിർക്കുന്നുണ്ട്. അല്ല, നയം എതിർക്കുന്നുണ്ട്. ആ നയം എതിർക്കുന്ന ഒരു സമീപനം അത് വെറുതെ പറയാൻ മാത്രമാണ്. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ വീരേന്ദ്രകുമാറിന്റെ സോഷ്യലിസ്റ്റ് ജനത എന്ന പാർട്ടി CPM-ലേക്ക് അടുത്തു വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിണക്കങ്ങൾ പറഞ്ഞു തീർത്ത് തിരിച്ചു വരും എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അതിൽ എത്ര വസ്തുതയുണ്ട്? അതായത് വീരേന്ദ്രകുമാറിനും അതുപോലെ തന്നെ മകനും മോഹനും, മൂന്നാളാണല്ലോ അതിൻ്റെ MP. ഗവൺമെൻറ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതാണ്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ മാനസികമായിട്ട് മാത്രം ഇന്ന് അതാണ് നടക്കാൻ പോകുന്നത് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അവർ വ്യക്തമാക്കേണ്ടതാണ് ഈ നിലപാട്. അതായത് UDF-ൻ്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും വരുന്ന ജനവിരുദ്ധമായ നിലപാടുകളെ ചെറുക്കാൻ വ്യക്തമാക്കിയിട്ടില്ല. ഒരു ചർച്ച എവിടെ വെച്ചിട്ട് ഒരു ചർച്ച നടന്നില്ല, പാർട്ടിയായിട്ട് ഒരു ചർച്ച നടന്നില്ല, LDF-ആയിട്ട് ഒരു ചർച്ച നടന്നില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കാൻ KM മാണിയായിട്ടും ചർച്ച നടന്നില്ല. അപ്പോൾ ഇതുവരെ മറ്റൊരു UDF-ലെ ഒരു മുന്നണി ഒരു ഘടകകക്ഷിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ ചർച്ച ഇതേവരെ നടന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രശ്നം. അത് രഹസ്യമായ ചർച്ച നടത്തി അവസാനിപ്പിക്കാനും സാധിക്കുന്നതല്ല. അല്പം കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കുറച്ചു കാലം കൂടി സമാധാനപരമായി ഭരിക്കാൻ പറ്റുമെന്ന അവസ്ഥയാണ് കേരളത്തിൽ. ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു സമാധാനവും ഇല്ല. അതൊരു ഗവൺമെൻറ് എന്ന രീതിയിൽ കൂട്ടായ്മയോടുകൂടി പോകുന്നില്ല. ഓരോ മന്ത്രിമാരും ഓരോ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് അതിൻ്റെ തന്നെ തകർച്ച അനിവാര്യമാക്കുന്ന സാഹചര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അത് CPIM-ഓ അതുപോലെ തന്നെ ഏതെങ്കിലും പാർട്ടികളോ വിചാരിച്ചുണ്ടാകുന്നതാണെന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ സംഭാവന അതിലുണ്ട്. ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്ത് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഗവൺമെൻറ് മാറ്റുക എന്നൊരു പോളിസി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. എങ്ങനെയും ഭരണത്തെ താഴെ ഇറക്കും, ഈ മന്ത്രിസഭയെ താഴെ ഇറക്കും എന്നൊരു പോളിസി വെച്ചിരുന്നു. പക്ഷെ അത് എങ്ങനെ എന്നുള്ള ഒരു പ്ലാൻ ആയിട്ടുണ്ടോ? അല്ല, ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്ന് പറയുന്നത് കുതിര കച്ചവടം നടത്തിയിട്ട് ആരെയെങ്കിലും പിടിച്ച് ഗവൺമെൻറ്റിനെ അല്ല, ഗവൺമെൻറ് തന്നെ അതിൻ്റെ ചെയ്തികൾ കൊണ്ട് തകർന്നു വീഴുന്നുണ്ടെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ ഞങ്ങളില്ല എന്നാ പറഞ്ഞത്. ആ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കേണ്ട പ്രശ്നമില്ല. അതിൻ്റെ അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളാണ്. MV രാഘവന്റെ വിഭാഗം ഒരു ഭാഗത്ത്, ഗൗരിയമ്മയുടെ വിഭാഗം ഒരു ഭാഗത്ത്, ഒഴിവാക്കണം. ഒരു പ്രേക്ഷകൻ കൂടി പങ്കുചേരുന്നു. നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഷാർജയിൽ നിന്ന് സംസാരിച്ചോളൂ. വളരെ ചുരുക്കി ചോദ്യം ചോദിച്ചോളൂ. അദ്ദേഹം